എങ്ങനെയുണ്ടടാ പ്രീതിക്ക്? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലമ്മേ. മരുന്ന് കൊടുക്കുന്നുണ്ട്. ഭേദാവാൻ കുറച്ച് കാലെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ലടാ. മോളെവിടെ അർജുനേട്ടാ? ശാലിനിയുടെ കയ്യിലുണ്ടാവുമല്ലേ? അവരെവിടെ? എന്താടാ? എന്താന്ന്? കുഞ്ഞും ശാലിനിയും വിഷ്ണുവും ആരും ഇവിടെ ഇല്ലമ്മേ. അവരോട് പോയി? അവര് വീട് വിട്ടു പോയമ്മേ. വീട് വിട്ടു പോയെന്നോ? എന്താടാ, നീ കാര്യം പറ. കുഞ്ഞിന്റെ ദത്തെടുക്കൽ ചടങ്ങിന് ശേഷം ഇവിടെ ചില സംഭവങ്ങളുണ്ടായി. അന്ന് രാത്രി ശാരദാമ്മ ശാലിനിയോടൊപ്പം ഇവിടെ തങ്ങി. ശാലിനി നിക്ക്. ഞാനും വരുന്നു. സത്യഭാമയും വിഷ്ണു ഇനി ഒന്നല്ല, രണ്ട്. അമ്മേ, ശാരദാമ്മ മോഷ്ടിച്ചതല്ല, എല്ലാം ആ സുസ്മിതയുടെ ചതിയായിരുന്നു. മനസ്സിലായടാ? അമ്മേ, അമ്മ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? അത് നീ അറിയണ്ട. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെന്ന് മാത്രം നീ മനസ്സിലാക്കിയാ മതി. അമ്മേ, അമ്മയെ സത്യാമ്മയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അർജുൻ, നീ എന്റെ അച്ഛനാകരുത്. നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ടും മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് താഴെ നടക്കുന്നത് എന്താണെന്ന് നീ കണ്ടാ മാത്രം മതി. അമ്മേ, അവിടെ എന്ത് ചെയ്യാ ഇത്രയും സമയം? ഇത്ര മനസാക്ഷിയില്ലാതെ സംസാരിക്കാതെ ഭാമേ. വസുമതയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പ്രീതിക്ക് പോലെ ഇപ്പൊ മറ്റാരെങ്കിലും ആയിരുന്നേ അർജുന്റെ ഭാര്യ. അതിനവളുടെ രാഘവേട്ടാ, എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട് മെഡിക്കൽ കോളേജിൽ, ഒരു ഇന്ദ്രജിത്ത്. അയാൾ ചികിത്സിച്ചാൽ ചിലപ്പോ ഈ അസുഖം ഭേദമായേക്കാം. അബ്ദുൽ ഖാദർ ഡോക്ടർ വരെ വന്ന് നോക്കിയതാ വസുമതി. അദ്ദേഹം കുറിച്ച് എന്ന മരുന്നുകളായി ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. ചെറിയ പുരോഗതിയൊക്കെ കാണുന്നുണ്ട് താനും. കുറച്ച് സമയമെടുത്താലും ഭേദമാകുമെന്നാ ഡോക്ടർ പറയുന്നതേ. ആ ഡോക്ടർ ന്യൂറോളജി അല്ലേ രാഘവേട്ടാ? ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റിന്റെ കാര്യമാ. അല്ല, അതിപ്പോ അതിന് പ്രീതിക്കിപ്പോ മാനസിക പ്രശ്നങ്ങൾക്കൊന്നും ചികിത്സയുടെ ആവശ്യമില്ലല്ലോ. അയ്യോ, പ്രീതിക്ക് അല്ല രാഘവേട്ടാ അടിയന്തരമായി ചികിത്സ വേണ്ടത്. ദേ, ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്കാ. വസുമതി, മുഴുത്ത വട്ട ഇവർക്ക്. എന്തു പറഞ്ഞടി? ഒരിക്കൽ ഭ്രാന്തിനെ ചികിത്സിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഇളകാതിരിക്കാനല്ലേ നിങ്ങൾ ഈ കസേരയില് ധൃതരാഷ്ട്ര മഹാരാജാവിനെ പോലെ കണ്ണും കെട്ടിയിരിക്കുന്നത്. എന്നാ കേട്ടോ, ഇളകി, മൊത്തം ഇളകി ആകെ ഒരു പരുവക്കേടിലായി. അമ്മേ,
ഭാമേ, കണ്ടില്ലേ, ആൾക്കാരെ ആക്രമിക്കുന്ന ഘട്ടം വരെ എത്തി. ഇപ്പൊ ചങ്ങലക്കിടിയോ മുറിയിൽ പൂട്ടിയിടുകയോ ചെയ്തില്ലെങ്കിൽ റിസ്ക് ആണ്, റിസ്ക്. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. അല്ലെങ്കിലും വിഷ്ണുവിനെയും ശാലിനിയും പാൽമണം മാറാത്തൊരു കൈക്കുഞ്ഞിനെ തെരുവിലേക്ക് ഇറക്കി വിട്ട് ഈ പുഴുത്ത് നിറയെ വീട്ടിൽ നിൽക്കാൻ അറപ്പുണ്ട് എനിക്ക്. പക്ഷേ പറയാനുള്ളത് പറഞ്ഞിട്ടേ ഈ വസുമതി പോകൂ. ഛെ, നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണോ? നിന്റെ മകള് പ്രസവിച്ച കൈക്കുഞ്ഞിനെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എങ്ങനെ നിനക്ക് ഈ വീട്ടില് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നു? ഹൃദയം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ നിനക്ക്? വസുമതി, കോമയെ കിടക്കുന്ന മകളെ അവിടുന്ന് കട്ടിലോട് തൂക്കിയെടുത്ത് വെളിയിൽ കളയാൻ പറ രാഘവേട്ടാ. എങ്കിലും ഇവളുടെ ഭ്രാന്തിന് അല്പ ശമനം കിട്ടും. വസുമതി, സത്യഭാമ എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിക്കണ്ട. തീരുമാനിക്കുന്നില്ല. ഭർത്താവ് പറയുന്നത് കേൾക്കാത്ത നീയാണോ ഞാൻ പറയുന്നത് കേൾക്കാൻ പോകുന്നത്? രാഘവേട്ടൻ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പറയാ. രാഘവേട്ടന്റെ മനസ്സ് അനുവദിച്ചിട്ടാണോ വിഷ്ണുവിനെ ശാലിനിയെ ആ കൈക്കുഞ്ഞിനെ ഇവിടുന്ന് ഇറക്കി വിട്ടത്? ഓ, ആ തിരുവാ മൊഴിയാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. എന്തിനാ രാഘവേട്ടാ നിങ്ങൾക്ക് ഈ നാക്ക് തന്നിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഭാവേ ഭാവേ എന്ന് വിളിക്കാൻ മാത്രം. നിങ്ങൾ എന്തിനാ രാഘവേട്ട ഭാര്യ പേടിക്കുന്നത്? ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ചത്ത് കെട്ടുപോകുന്നോ? ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ എന്ന് വെക്കണം. അല്ലാതെ കെടുതികൾ മാത്രം സൃഷ്ടിക്കാൻ എന്തിനാ ഇങ്ങനൊരു അവതാരം? അർജുൻ, നീ നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോ. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് എന്നെ അറിയില്ല. അത് തന്നെയാ ഞാനും പറഞ്ഞത്. നിനക്ക് ഭ്രാന്താണെന്ന്. വസുമതി, നീ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ല. അത് കേട്ട് റാൻ മോളി ശരിവെക്കാൻ ഇവിടെ കുറെ ആൾക്കാരും. രാഘവേട്ട, നിങ്ങൾക്ക് കണ്ണുണ്ട്, എന്നിട്ട് കാണേണ്ടത് കാണുന്നില്ല. കാതുണ്ട്, പക്ഷെ നിങ്ങൾ കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. നാവുണ്ടെങ്കിലും പറയേണ്ടത് പറയുന്നില്ല. ഇങ്ങനെ പുരാണത്തിലൊരാളുണ്ട്, ധൃതരാഷ്ട്ര മഹാരാജാവ്. കൊട്ടാരം വിട്ടിറങ്ങേണ്ടി വന്ന ദ്രൗപദി എന്ന സ്ത്രീയുടെ ശാപമാണ് കൗരവകുലം മുടിച്ചത്. സത്യവും ധർമ്മവും നീതിയും കണ്ണടച്ചാൽ യുദ്ധവും ചോരയും കണ്ണീരും ആവും ബാക്കി. സൂക്ഷിച്ചോ. സത്യമുള്ള സ്ത്രീയാ ശാരദാമ്മ. അവരൊറ്റ ഒരാളിന്റെ ഒരു തുള്ളി കണ്ണുനീരിവിടെ വീണിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി സത്യഭാമേ. എത്ര വലിയ പാറപ്പുറത്ത് പണി തുറപ്പിച്ച കൊട്ടാരമാണെങ്കിലും അത് കുത്തിയൊലിച്ചു പോകാനായിട്ട്. ശാരദാമ്മ സ്വർണം മോഷ്ടിച്ചു അത്രേ. നിങ്ങൾക്കറിയോ, ശാരദാമ്മയുടെ സ്വന്തം തൂക്കത്തിനുള്ള സ്വർണത്തേക്കാൾ വിലയുണ്ട് അവര് കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾക്കും ധർമ്മങ്ങൾക്കും. സത്യഭാമയുടെ ഒരു സ്വർണം. നീ വാടി. കഷ്ടം തന്നെ. സത്യമാ ഭാമേ വസുമതി പറഞ്ഞത്.
സത്യവും ധർമ്മവും നീതിയും കണ്ണടയ്ക്കുമ്പോ ബാക്കിയാവുന്നതേ യുദ്ധവും ചോരയും കണ്ണീരുവാ. അമ്മേ, എന്താടാ അർജുൻ? ഭാര്യയെ കാണാൻ നിനക്കിവിടെ വരാം, ഭക്ഷണം കഴിക്കാം, താമസിക്കാം. പക്ഷേ പിന്നെ വസുമതിയുടെ വീട്ടിൽ കയറുന്നത് കുളിച്ചിട്ട് മാത്രം. സുസ്മിത കിളിയല്ലേ? ബാലേട്ടാ, എനിക്കിഷ്ടായി. എന്താ പറഞ്ഞേ? ഇഷ്ടായിന്ന്. സുസ്മിക്കുട്ടി, എന്താ ബാലേട്ടാ? ഈ കിളി ഒന്ന് കൂട്ടിലാക്കാവോ നോക്കിയാലോ? ഇനി കൂളിംഗ് ഗ്ലാസിന്റെ ഒരു കുറവ് വേണ്ട. സുസ്മിക്കുട്ടി, സുസ്മിക്കുട്ടിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാ ബാലേന്ദ്രൻ. ഈ വായി നോക്കിയോ, ഇവനെന്ത് ഈ നേരത്ത്? ഗോപാലകൃഷ്ണന്റെ അളിയെ ബാലേന്ദ്രൻ. ആരെ കൊണ്ട് ഏത് നേരത്ത് ഉപകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് എനിക്കൊരു പിടിവള്ളി അത്യാവശ്യ. എവളെന്നെ മറന്നതാണോ അതോ തേപ്പാണോ? ബാലേന്ദ്രനെ ഞാനെങ്ങനെ മറക്കാനാ? എനിക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ആളാ. അപ്പം ബാലേട്ടനില്ല. അല്ല, ഇതെന്താ ഇപ്പൊ ഈ കോലത്തില്? കോലോ? നല്ല ഭംഗിയില്ലേ? നോക്കിയേ, കൊള്ളാവോ? ഞാനങ്ങ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി സുസ്മിതേ. അല്ല, അതിന് ബാലേന്ദ്രന് രാഷ്ട്രീയത്തില് മുൻപരിചയമുണ്ടോ? എനിക്ക് നിൽക്കാനറിയാം. അല്ല, അതിന് നിൽക്കാൻ പാർട്ടിക്കാർ സീറ്റ് തന്നിട്ട് വേണ്ടേ ബാലേന്ദ്ര? സീറ്റ് തരരുത്, അതാണ് എന്റെ ആഗ്രഹം. ഈ കഴുതെ കൊണ്ട് നയാ പൈസയുടെ ഉപകാരം ഉണ്ടാവുന്ന തോന്നുന്നില്ല. ആര് പ്രസംഗിച്ചാലും ഞാൻ നല്ല ഭംഗിയായിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും.
ഈ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴേ ഈ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാത്തതുകൊണ്ട് ക്ലാസ്സിനകത്തും പുറത്തുമായിട്ട് ഫുൾ ടൈം നിപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് എനിക്ക്. ദേ നോക്കിയേ, എങ്ങനെയുണ്ട്? അങ്ങനെ നിന്ന് ഞാൻ MLA ആവും, മന്ത്രിയും ആവും. ആ എന്നാ ബാലേന്ദ്രൻ ചെല്ല്, ഞാൻ കുറച്ചു നേരം ഇവിടെ സമാധാനമായിട്ട് നിൽക്കട്ടെ. അല്ല, സുസ്മിക്കുട്ടി എന്താ ഇവിടെ നിൽക്കുന്നേ? ആരും MLA മന്ത്രിയൊന്നും ആവുമെന്ന് കരുതിയിട്ടല്ല ബാലേന്ദ്ര. പോകാനൊരു ഇടവില്ല, പെരുവഴിയില്ല. സുസ്മിക്കുട്ടി പെരുവഴിയെന്നോ? അതും ഈ ബാലേന്ദ്രൻ ഇവിടെ ഉള്ളപ്പോ? എന്റെ സുസ്മിക്കുട്ടിക്ക് എന്താ വേണ്ടെന്ന് പറ. കാറോ, വീടോ, ബംഗ്ലാവോ, അതോ പണം വേണോ? എത്ര ലക്ഷം വേണോന്ന് പറ. അതോ കോടികൾ വേണം? ഇതൊക്കെ പറയാൻ എളുപ്പമാ ബാലേന്ദ്ര, സാധിക്കാനാ പ്രയാസം. അത് സുസ്മിക്കുട്ടിക്ക് ഇപ്പോഴത്തെ എന്റെ ഒരു റേഞ്ച് മനസ്സിലാവത്തുണ്ട്. എന്റെ അളിയൻ ഗോപാലകൃഷ്ണൻ ഒരു കോടീശ്വരനായിരുന്നു സുസ്മിക്കുട്ടിക്ക് അറിയാലോ. ആ അളിയന്റെ കോടികളെല്ലാം ഈ ഈശ്വരൻ അങ്ങ് അടിച്ചു മാറ്റി. ആ അളിയന്റെ വീടുകളുടെയും കമ്പനിയുടെ ഒക്കെ പവർ ഓഫ് അറ്റോണി എന്റെ പേരിലായിരുന്നു. അത് വെച്ച് ഞാൻ അതല്ല ഇറച്ചി വിലക്ക് തൂക്കി അങ്ങ് വിറ്റു. ചുരുക്കി പറഞ്ഞ ആലയനിപ്പം വീടും കാറും കമ്പനിയൊന്നും ഇല്ല. ഇട്ടിരുന്ന കളത്തം പോലും ഈ ബാലേന്ദ്രന്റെ കയ്യിലായിപ്പോ. ഇവൻ ആള് വലിയ തരക്കേടില്ലല്ലോ. ബാലേന്ദ്രനിപ്പം പുത്തൻ വീടുണ്ട്, കാറുണ്ട്, കോടികളുടെ ആസ്തിയുള്ള ഫിനാൻഷ്യൽ സ്ഥാപനമുണ്ട്. ഇതിനൊക്കെ പുറമെ നാലാഞ്ചിറ മൈതാനം പോലെ നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു മനസ്സുണ്ട്. അതാ ചോദിച്ചത് സുസ്മിക്കുട്ടിക്ക് എന്താ വേണ്ടതെന്ന്. ഇന്ന തൽക്കാലം ഇവനെ വിടണ്ട. പറ സുസ്മിക്കുട്ടി. സുസ്മിക്കുട്ടിക്ക് വേണ്ടി മരിക്കാൻ വരെ റെഡിയായി നിൽക്കൂലേ ഈ ബാലേട്ടൻ? ബാലേട്ടാ, അയ്യോ ബാലേട്ടൻ തിരിയാവുന്നല്ല. അയ്യോ നാണം. അയ്യോ, എന്റെ മനസ്സില് ഒരുപാട് സങ്കടങ്ങളുണ്ട് ബാലേട്ടാ. അതെനിക്ക് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം. എന്റെ മുന്നിൽ തുറക്കാമല്ലോ, എത്ര വേണേലും തുറക്കാം. നമുക്ക് എവിടെയൊന്ന് ഇരുന്ന് സംസാരിക്കാൻ. ബീച്ച്, തിയേറ്റർ, ഐസ്ക്രീം പാർലർ, എവിടെ പോകണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. കാറുണ്ട്, പുത്തൻ കാറുണ്ട്. ബാലേട്ടന് മനസ്സിലായില്ലേ? ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂഡിലല്ല ഞാനിപ്പോ. എന്നാ പിന്നെ നമുക്കൊരു ഹോട്ടൽ റൂം എടുത്താ പോരെ? വേണ്ട അല്ലേ ബാലേന്ദ്ര, ആവേശം പാടില്ല. ബാലേട്ടനല്ലേ പറഞ്ഞേ കുറെ വീട് സ്ഥാപനം ഉണ്ടെന്ന്? അവിടെ എവിടെ സ്ഥലമില്ലേ? എന്നാ നമുക്ക് വീട്ടിലേക്ക് പോ. സേഫാ, നല്ല പ്രൈവസി ഉണ്ട്, ആരും അറിയില്ല. എടാ വായി നോക്കി, നിന്റെ ഉദ്ദേശം എന്താന്നൊക്കെ മനസ്സിലായി. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആലോചിക്കാൻ ഒന്നുമില്ലെന്നേ. വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ വാ. അത്രയും പ്രൈവസി ഒന്നും ആവശ്യമില്ല ബാലേട്ടാ. തൽക്കാലം ബാലേട്ടന്റെ ഓഫീസിലിരിക്കാം. ഓഫീസെങ്കിൽ ഓഫീസ്. വാ പോവാ. വരുന്നില്ലേ സുസ്മിക്കുട്ടി? ആ കേറ് സുസ്മിക്കുട്ടി. അയ്യോ, ഇന്ന് ഞാൻ പൊരിക്കും. പോവാ. ആ സുസ്മിക്കുട്ടി പാട്ട് ഇഷ്ടമല്ലേ? ആ
എന്റെ കാശ് കണ്ട് ഇവള് വീണു. എന്നെ കണ്ട് ഇവള വീണു.